ഹായ് ഫ്രണ്ട്സ്, ഗീതഗോവിന്ദത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ രാധിക ഇതുവിനെ വെല്ലുവിളിച്ചിട്ടാണ് പോകുന്നത്. ഞാൻ എങ്ങനെ വിജയിച്ചു എന്നാണ് രേഖേച്ചി രാധികാമ്മ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ രേഖ പറഞ്ഞു കൊടുക്കുകയാണ്, രാധികാമ്മ വിചാരിച്ചിരിക്കുന്നത് ഗീത് പ്രഗ്നൻ്റ് എന്നാണ്. അപ്പോൾ ഗീത് ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, എന്നാൽ പിന്നെ അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ, നിങ്ങളെ രണ്ടാളും തമ്മിൽ അകറ്റാൻ അവർ പഠിച്ച പണി പതിനെട്ടും നോക്കുന്നൊക്കെ പറഞ്ഞു കൊടുക്കാനിട്ട് രേഖ. അതൊക്കെ ഞാൻ നോക്കിയും കണ്ടും ചെയ്തോളാം എന്ന് പറയാനിട്ടൊരു ഗീതു. അപ്പോൾ ഗീതു രേഖയോട് ചോദിക്കുന്നുണ്ട് വരുണിന്റെ കാര്യം. അപ്പോൾ രേഖയ്ക്ക് സങ്കടമാവാണ് കേട്ടോ. എനിക്ക് സന്തോഷമുണ്ട്, സങ്കടമുണ്ട്. എന്നോട് കാണിക്കുന്ന സ്നേഹം കണ്ടാൽ എനിക്ക് വളരെ സന്തോഷം തോന്നും. ആ സ്നേഹം അഭിനയമാണ്. സംശയിക്കുമ്പോൾ എനിക്ക് സങ്കടം തോന്നുമെന്ന് പറയാനിട്ട് രേഖ. എന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് തീരെ വിശ്വാസം പോരാ ഗീതു, ഇങ്ങനെയൊക്കെ ഒരാൾ പെട്ടെന്ന് മാറുമോ? ഗോവിന്ദേട്ടൻ എന്തോ പറഞ്ഞ് പേടിപ്പിച്ചിട്ടാണ് എൻ്റെ കൂടെ ഇങ്ങനെ നിൽക്കുന്നത്. അങ്ങനെയൊന്നും എനിക്ക് അഭിനയിക്കാൻ പറ്റില്ല എന്ന് പറയാനിട്ട് രേഖ. അപ്പോൾ ഗീതു പറയുന്നുണ്ട്, രേഖച്ച് ഞാൻ വിചാരിച്ച പോലെയല്ല, പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാൻ തുടങ്ങി എന്നൊക്കെ പറയണേ. അപ്പോൾ രേഖ പറയാണ്, ഞാൻ നിങ്ങളെ പഴയ രീതിയിൽ തന്നെ അഭിനയിക്കാൻ തീരുമാനിച്ചിരിക്കുക എന്ന് പറയുമ്പോൾ ഏത് രീതിയെന്ന് ചോദിക്കുകയാണ്. മറ്റുള്ളവരുടെ മുൻപിൽ ഭർത്താവിൻ്റെ സ്നേഹം നിറഞ്ഞ ഭാര്യയെ പോലെ അഭിനയിക്കാൻ തീരുമാനിച്ചിരിക്കുക എന്ന് പറയാൻ കേട്ടോ രേഖ. പിന്നീട് കാണിക്കുന്നത് ഗോവിന്ദിനെയാണ്. ഗോവിന്ദാണെങ്കിൽ കണ്ണാടിക്ക് മുന്നിലിരുന്ന് സ്റ്റൈല് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മുടിയിലൊരു നര കാണുകയാണ് കേട്ടോ. ചെറുപ്പക്കാരനാവാൻ തീരുമാനിച്ചിരിക്കുന്ന എന്നെ മനഃപൂർവ്വം ആക്രമിക്കാൻ വന്ന നര എന്നൊക്കെ പറഞ്ഞിട്ട് ആ നര ഇങ്ങനെ പിടിച്ചു വലിക്കുകയാണ് കേട്ടോ. ആ സമയം ഗീതു അങ്ങോട്ടേക്ക് ചെല്ലാണ്. എന്നിട്ട് പറയുന്നത്, നാളെ ഉച്ചയ്ക്ക് മുന്നേ ഓഫീസിലെ വർക്കൊക്കെ തീർത്ത് കണ്ണേട്ടൻ ഇവിടെ എത്തണം, നമുക്കൊരു യാത്രയുണ്ടെന്ന് പറയണേ. എങ്ങോട്ടാ എന്ന് ചോദിക്കും. രഞ്ജുവിന്റെ കാര്യത്തിൽ സ്റ്റെപ്സിൽ മാറ്റിവെച്ച പരിഹരിക്കപ്പെടുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറയുമ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, സ്റ്റെപ്സിൽ അത്ര വിജയകരമായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ഒന്നുമല്ല, എങ്കിലും നമുക്ക് അവരുടെ ഒപ്പീനിയൻ എടുക്കാലോ എന്ന് പറയാൻ കേട്ടോ ഗീതു. ഡോക്ടർ ഇങ്ങനെയുള്ള പല രോഗികളിലെ സ്റ്റെപ്സിൽ മാറ്റിവെച്ചിട്ട് വിജയിച്ചിട്ടുണ്ട്. അടുത്ത ബന്ധുക്കളിലെ സെൽസിൽ നിന്നാണെങ്കിൽ കൂടുതൽ എക്സ്റ്റൻഷൻ കിട്ടുമെന്നാണ് ഡോക്ടർ പറയുന്നത് എന്നൊക്കെ പറയണേ ഗീതു. രഞ്ജുവിൻ്റെ അമ്മയുടെ സെൽസ് എടുക്കാം, അവർക്ക് വല്ല ആരോഗ്യ പ്രശ്നം ഉണ്ടെങ്കിൽ മറ്റേതെങ്കിലും ബന്ധുക്കളിൽ നിന്ന് എടുക്കാം എന്ന് ഗീതു പറയുമ്പോൾ ഇത് ആലോചിക്കാവുന്ന ഒരു കാര്യമാണ്. എൻ്റെ സെൽസ് രഞ്ജുവിന് കൊടുക്കാമെങ്കിലും അത് ഡോക്ടറോട് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ ഞാനും രഞ്ജുവും തമ്മിലുള്ള ബന്ധം ഗീതു എങ്ങാനും അറിഞ്ഞാലോ, അതുകൊണ്ട് ഇവളെ ഒഴിവാക്കി എങ്ങനെ പോകാം എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കണേ ഗോവിന്ദ്. എന്നിട്ട് പറയുന്നുണ്ട്, ഗീതു ഞാൻ നമ്പർ എടുത്തേ, ഡോക്ടറെ വിളിച്ച് ഞാനൊന്ന് അന്വേഷിക്കട്ടെ എന്ന് പറയുമ്പോൾ അതിന് കണ്ണേട്ടാ നമ്മൾ രണ്ടുപേരും ഒരുമിച്ചല്ലേ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്ന് ചോദിക്കാണ്ട് ഗീതു. എന്നിട്ട് ഗീതു വിചാരിക്കുന്നുണ്ട്, വിജയലക്ഷ്മി അമ്മയെയും യാത്രയിൽ കൂടെ കൂട്ടണം, അമ്മയുടെയും മകന്റെയും പിണക്കം തീരാൻ ഈ യാത്ര സഹായിച്ചാലോ എന്നിങ്ങനെ മനസ്സിലോർത്ത് നിൽക്കുമ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, നാളെ എനിക്കൊരു കോൺഫറൻസ് ഉണ്ട്, അതിന് ഗീതു ഞാനില്ലെങ്കിലും നീ അറ്റൻഡ് ചെയ്യണം എന്ന് പറയണേ. അപ്പോൾ ഗീതു പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ കണ്ണേട്ടൻ തന്നെ കോൺഫറൻസിന് പോയിക്കോ, അമ്മയുടെ കൂടെ പോയിക്കോളാം എന്ന് പറയണേ. ഏതമ്മ എന്ന് ചോദിക്കുമ്പോൾ വിജയലക്ഷ്മി അമ്മ എന്ന് പറയാൻ കേട്ടോ. അവരുടെ കാര്യം എന്തിനാ ഇപ്പോൾ പറയണേ എന്ന് ചോദിക്കാൻ കേട്ടോ. അവരെനിക്ക് അമ്മയെ പോലെയാണ്, കണ്ണേട്ടനും അങ്ങനെ തന്നെ കരുതണം എന്ന് പറയുമ്പോൾ അവരുടെ കാര്യം നീ എന്നോട് സംസാരിക്കുകയേ ചെയ്യരുത് എന്ന് പറയാൻ കേട്ടോ. വേണ്ട, കണ്ണേട്ടന് അവരെ അമ്മയായിട്ട് കാണാൻ പറ്റിയില്ലെങ്കിൽ അമ്മായിയമ്മയായിട്ടെങ്കിലും കാണണം എന്ന് പറയാൻ കേട്ടോ. രഞ്ജുവിന് വേണ്ടിയിട്ടെങ്കിലും കണ്ണേട്ടൻ വിജയലക്ഷ്മി അമ്മയോട് ക്ഷമിക്കില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഗോവിന്ദ് അങ്ങോട്ടേക്ക് തിരിഞ്ഞു നിൽക്കാൻ കേട്ടോ. അപ്പൊ ഗീതു വിചാരിക്കുന്നുണ്ട്, എവിടേക്കോ നീരുറവകൾ പൊട്ടുന്നുണ്ട്, ക്ഷമിക്കുമായിരിക്കും എന്നൊക്കെ അങ്ങനെ മനസ്സിൽ വിചാരിച്ച് നിൽക്കുമ്പോൾ എന്താ കണ്ണേട്ട ക്ഷമിക്കില്ലേ എന്ന് ചോദിക്കണേ. നീ എനിക്ക് സ്വസ്ഥത തരില്ലേ എന്ന് ചോദിച്ചിട്ട് ചൂടാവുമ്പോൾ ഗീതു പറയുന്നുണ്ട്, ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞിട്ട് പോവാണ് കേട്ടോ. തുടർന്ന് ഗീതു വിജയലക്ഷ്മി മാഡത്തിനെ വിളിക്കുകയാണ്. എന്നിട്ട് നാളെ നമുക്കൊരിടം വരെ പോകണം എന്ന് പറയുമ്പോൾ വിജയലക്ഷ്മി പറയുന്നുണ്ട്, അത് പിന്നെ എനിക്ക് ഒരു അപ്പോയിൻമെന്റ് ഉണ്ടായിരുന്നു മോളെ എന്ന് പറയാൻ കേട്ടോ. ഗീതു പറയുന്നുണ്ട്, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, ജുവിൻ്റെ കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രഗത്ഭനായിട്ട് ഒരു ഡോക്ടറെ കാണാനാണ് പോകുന്നത്, അതിന് ഇനി അമ്മ മുടക്കൊന്നും പറയണ്ട എന്ന് പറയാൻ കേട്ടോ. അതല്ല മോളെ, ഒരുപാട് പരിശ്രമിച്ചിട്ട് കിട്ടിയ അപ്പോയിൻമെന്റാ, അപ്പോൾ നിന്റെ പ്രോഗ്രാം ഒരു ദിവസത്തേക്ക് മാറ്റി വെക്കാവോ എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, ഡോക്ടർ ഒരു ചൂടനാണ്, അപ്പം നമ്മൾ എന്തെങ്കിലും എക്സ്ക്യൂസ് ഒക്കെ പറഞ്ഞാൽ പിന്നെ നമ്മളെ പരിഗണിക്കുകയേ ഇല്ല എന്ന് പറയാൻ കേട്ടോ. അയാളെ കാണാൻ പോകുന്ന സമയം എപ്പോഴാണ് എന്ന് ചോദിക്കുമ്പോൾ ഗീത് പറയുന്നുണ്ട്, നമുക്ക് 4 മണിക്കാണ് അപ്പോയിൻമെന്റ്, 2 മണിക്ക് തന്നെ പോവാം എന്ന് പറയണേ. ശരി, എനിക്ക് കാണേണ്ടയാളെ അതിന് മുന്നേ കണ്ടിട്ട് വന്നോളാം എന്ന് പറയുമ്പോൾ ഇത് പറയുന്നുണ്ട്, കണ്ണേട്ടനെയും കൂട്ടിയിട്ട് ഞാൻ ചെമ്പകശ്ശേരിയിലേക്ക് നേരെ 2 മണിക്ക് തന്നെ എത്തിയേക്കാം എന്ന് പറയണം കേട്ടോ. കണ്ണേട്ടനെയും കൂട്ടി ഞാൻ 2 മണിക്ക് തന്നെ ചെമ്പകശ്ശേരിയിലേക്ക് എത്തിയേക്കാം എന്ന് പറയുമ്പോൾ വിജയലക്ഷ്മി പറയുന്നുണ്ട്, ഏതൊരു ജംഗ്ഷന്റെ പേര് പറഞ്ഞു കൊടുക്കണേ. അതെവിടെയാ ആ ജംഗ്ഷൻ എന്ന് ചോദിക്കുമ്പോൾ അത് സെൻട്രൽ ജയിലിന്റെ അപ്പുറത്തുള്ള ജംഗ്ഷനാ എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഗീതു ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്ക് നാളെ കാണാൻ
പോകേണ്ടയാൾ ജയിലിനാണോ ഉള്ളത് എന്ന് ചോദിക്കുമ്പോൾ വിജയലക്ഷ്മി അങ്ങോട്ട് ഞെട്ടാണ് കേട്ടോ. ഞാൻ വെറുതെ പറഞ്ഞതാ എന്ന് പറയുന്നുണ്ട് ഗീതു. അങ്ങനെ അതൊക്കെ ഫിക്സ് ആക്കി അവർ ഫോൺ കട്ട് ചെയ്യാണേ. തുടർന്ന് കാണിക്കുന്നത് വിജയലക്ഷ്മി ജയിലിലെത്തുന്നതാണ് കേട്ടോ. അപ്പോൾ ആ വാർഡൻ പറയുന്നുണ്ട്, മേഡം ഇവിടെ ഫ്രീ ആയിട്ട് എല്ലാ വർഷവും സംഗീത കച്ചേരി നടത്തുന്നത് കൊണ്ടാണ് ഞാൻ മേഡത്തിൻ്റെ പേരിൽ ഒരു അപ്പോയിൻമെൻറ്റ് എൻ്റെ റിസ്കിൽ എടുത്തു തന്നത്. വേഗം വരണം എന്നൊക്കെ പറയുമ്പോൾ ഒരു 5 മിനിറ്റ് മതി എന്നൊക്കെ പറയുന്നുണ്ട് വിജയലക്ഷ്മി. അങ്ങനെ ജയിലിൽ കിടക്കുന്ന അനാർക്കലിയെ കാണാൻ വിജയലക്ഷ്മി എത്താണ്. അപ്പോൾ അനാർക്കലി വിജയലക്ഷ്മിയെ കാണാനൊന്നും കൂട്ടുവെക്കുന്നില്ല. പോലീസ് പറയുന്നുണ്ട്, അനാർക്കലി ഇത് വിജയലക്ഷ്മി സുബ്രഹ്മണ്യാണ്, വെറും ഒരു വിസിറ്റർ അല്ല. ഗായിക വിജയലക്ഷ്മി സുബ്രഹ്മണ്യം എന്ന് പറയുമ്പോൾ അനാർക്കലി പറയുന്നുണ്ട്, വിജയലക്ഷ്മി സുബ്രഹ്മണ്യം അല്ല, വിജയലക്ഷ്മി മാധവ്, എനിക്ക് അവരെ കാണാൻ താല്പര്യമില്ല എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ വിജയലക്ഷ്മി പറയുന്നുണ്ട്, നിർബന്ധിക്കണ്ട, ഞാൻ വാർഡന്റെ കയ്യിൽ ഒരു ലെറ്റർ എഴുതി കൊടുക്കുന്നുണ്ട്, നീ അത് വായിക്കണം. വായിച്ചു കഴിഞ്ഞാൽ നിനക്ക് എന്നെ കാണണമെന്ന് തോന്നിയാൽ വാർഡനോട് പറഞ്ഞാൽ മതി, ഞാൻ തിരിച്ചു വരും എന്നൊക്കെ പറയാൻ കേട്ടോ. തുടർന്ന് വിജയലക്ഷ്മി പോയി കഴിഞ്ഞതിന് ശേഷം വാർഡൻ ലെറ്ററുമായിട്ട് അനാർക്കലിയുടെ അടുത്ത് എത്തുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവർക്ക് ആ കത്ത് കൊടുക്കുമ്പോൾ എനിക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് ആ കത്ത് കയറി വാർഡൻ്റെ മുഖത്തേക്ക് തന്നെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. മാധവൻ്റെയും ഗോവിന്ദിൻ്റെയും ഒക്കെ പഴയ കാലം ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് കേട്ടോ ഈ അനാർക്കലി. എന്നിട്ട് പോയിട്ട് പായയുടെ അടിയിൽ നിന്ന് ഫോട്ടോ എടുത്ത് നോക്കുകയാണേ. കൂടെയുള്ള സ്ത്രീ പറയുന്നുണ്ട്, ഇവരല്ലേ നിങ്ങളെ കാണാൻ വന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇനി ഫോട്ടോയിലുള്ളവരും അല്ലാത്തവരും എന്നെ കാണാൻ വരും. കാരണം എന്താണെന്നറിയോ, എൻ്റെ ജയിൽവാസം അവസാനിക്കാനായി, ഇനി നാളുകൾ മാത്രം എന്നൊക്കെ പറയാണ് കേട്ടോ അനാർക്കലി. എന്തിനാണ് മാഡം ഇവരൊക്കെ നിങ്ങളെ കാണാൻ വരുന്നത്? പഴയ പ്രതികാരമൊന്നും അവസാനിച്ചില്ലേ മാഡത്തിൻ്റെ എന്ന് ചോദിക്കുമ്പോൾ അത് പഴയതാവുമ്പോഴല്ലേ അതിനൊരു സുഖം, അതും പ്രതികാരമെന്ന വിഭവം ചൂടാറി തണുത്ത് വിളമ്പുമ്പോഴാണ് അതിന് സ്വാദ് കൂടുതൽ എന്നൊക്കെ പറയാൻ കേട്ടോ അനാർക്കലി. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണേ.